ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്സിൻ്റെ ചാപ്റ്റർ 2 ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ്? മൂന്നാം ഭാഗം. വകുപ്പുകൾ 12 മുതൽ 35 വരെ. അപ്പോൾ ആദ്യം നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റി. ഭരണഘടനയിലെ ഏതു ഭാഗത്താണ്? മൂന്നാം ഭാഗത്ത്. വകുപ്പുകൾ 12 മുതൽ 35 വരെ. മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വകുപ്പ് 14-ാം വകുപ്പ്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം അത് ഉറപ്പുവരുത്തുന്നത് 14-ാം വകുപ്പ്. വിവേചനത്തിൽ നിന്നും സംരക്ഷണം 15-ാം വകുപ്പ്. വിവേചനത്തിൽ നിന്നും സംരക്ഷണം 15-ാം വകുപ്പ്. അവസര സമത്വം 16-ാം വകുപ്പ്. അവസര സമത്വം 16-ാം വകുപ്പ്. അയിത്ത നിർമ്മാർജ്ജനം 17-ാം വകുപ്പ്. അയിത്ത നിർമ്മാർജ്ജനം 17-ാം വകുപ്പ്. ബഹുമതികൾ ഒഴിവാക്കൽ 18-ാം വകുപ്പ്. ബഹുമതികൾ ഒഴിവാക്കൽ 18-ാം വകുപ്പ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പ്. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം 20-ാം വകുപ്പ്. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ സംരക്ഷണങ്ങൾക്കെതിരെയുള്ള സംരക്ഷണം 20-ാം വകുപ്പ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം 21-ാം വകുപ്പ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം 21-ാം വകുപ്പ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24 വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24 വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28 വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28 വകുപ്പുകൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ 29, 30 വകുപ്പുകൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ 29, 30 വകുപ്പുകൾ. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുക്കുന്നതും നിരോധിച്ചത് ഏതു വകുപ്പ്? 23-ാം വകുപ്പ്. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുക്കുന്നതും നിരോധിച്ചത് ഏതു വകുപ്പ്? 23-ാം വകുപ്പ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ച വകുപ്പ് 24-ാം വകുപ്പ്. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് നിരോധിച്ച വകുപ്പ് 24-ാം വകുപ്പ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ 29, 30 വകുപ്പുകൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ 29, 30 വകുപ്പുകൾ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം 32-ാം വകുപ്പ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം 32-ാം വകുപ്പ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം 22-ാം വകുപ്പ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം 22. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ചോദിക്കുന്ന ഒന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മൗലിക അവകാശങ്ങൾ. അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിക്കാം. പിന്നെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള 6 എണ്ണം 6 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം. അതിൽ എസ്സേ അല്ലാതെ 2 മാർക്കിൻ്റെ വരുന്നതാണ്. മൗലിക അവകാശങ്ങൾ എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഭരണഘടന ഉറപ്പു നൽകുന്നതും നിയമപരമായി സംരക്ഷിക്കുന്നതുമായ, ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റിയായിരുന്നു. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റിയായിരുന്നു. മൗലിക അവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക. അപ്പോൾ എന്തായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക. പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക. ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരുന്നു മൗലിക അവകാശങ്ങളുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദിക്കാം. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി നൽകുന്നതുമായ സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ.
1928 നെഹ്റു കമ്മിറ്റിയാണ് മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത്. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുക, പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക, ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളിൽ ഒന്നാമത്തെ സമത്വത്തിനുള്ള അവകാശം. ഇതൊക്കെ 2 മാർക്കായിട്ടും ചോദിക്കും. ഇതെല്ലാവരും കൂടി നമുക്ക് 6 മാർക്കിൻ്റെ എസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 6 മാർക്കിൻ്റെ എസ് ആയിട്ട് എഴുതാം. സമത്വത്തിനുള്ള അവകാശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5 കാര്യത്തിൻ്റെ ഉള്ള സമത്വമാണ് ഇവിടെ സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ വകുപ്പുകൾ. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ, നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. വിവേചനത്തിൽ നിന്നും സംരക്ഷണം, കാരണം എല്ലാവരും ഒരേപോലെ കാണണം. അവസര സമത്വം, പിന്നെ അയിത്ത നിർമ്മാർജ്ജനം, ബഹുമതികൾ ഒഴിവാക്കൽ. 5 എണ്ണമാണ് മെയിനായിട്ട് സമത്വത്തിനെ കുറിച്ച് പറയുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം, വിവേചനത്തിൽ നിന്നു സംരക്ഷണം, അവസര സമത്വം, അയിത്ത നിർമ്മാർജ്ജനം, ബഹുമതികൾ ഒഴിവാക്കൽ. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഈ പോയിൻറ്റ്സ് മാത്രമായിട്ട് എഴുതുക. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ, ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കാവുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനൊന്നും സാധിക്കില്ല. മറ്റുള്ളവരെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ, ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയുള്ളൂ. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റണം, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റണം, കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റണം. അതാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് എഴുതുക, ഈ പോയിൻറ്റ്സ് എഴുതുക. 1, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ആദ്യത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. സമ്മേളന സ്വാതന്ത്ര്യം, ദെൻ സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. നെക്സ്റ്റ് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം ഏത് വകുപ്പ് പ്രകാരമാണ്? 20-ാം വകുപ്പ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടന ഊന്നൽ നൽകുന്നതെന്ന് ചോദിക്കാം. അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും 20-ാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. അന്യായമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും 20-ാം വകുപ്പ് നമുക്ക് സംരക്ഷണം നൽകുന്നു. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാവണമെന്നാണ് ഇത് വ്യവസ്ഥ ചെയ്യുന്നത്. കുറ്റം ആരോപിക്കപ്പെടുന്നയാൾ യഥാർത്ഥത്തിൽ കുറ്റവാളിയാവണം എന്നില്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രമേ അയാൾ എന്താകുന്നുള്ളൂ? കുറ്റവാളിയാകുന്നുള്ളൂ. അപ്പോൾ ഭരണഘടന എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് നോക്കാം. 1, കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറ്റം നടന്ന സമയത്ത് എന്തൊക്കെ നിയമമുണ്ടോ അത് പ്രകാരം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റങ്ങളെ ബാധിക്കുന്നില്ല. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുമോ അതിൽ കൂടുതൽ ശിക്ഷ ആർക്കും നൽകാൻ പാടില്ല. കുറ്റം ചെയ്ത അവസരത്തിൽ ആ കാലഘട്ടത്തിൽ എന്ത് ശിക്ഷയാണോ അതിനുണ്ടായിരുന്നത് അതിൽ കൂടുതൽ ശിക്ഷ നൽകാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല.
കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അതുമായി ബന്ധപ്പെട്ട 3 അവകാശങ്ങൾ ഏതൊക്കെ? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം 22-ാം വകുപ്പിലാണ് പറയുന്നത്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം 22-ാം വകുപ്പിലാണത് പറയുന്നത്. അതിനകത്ത് 3 അവകാശങ്ങളാണ് പറയുന്നത്. 1, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള അവകാശം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള അവകാശം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. അപ്പോൾ ഈ 3 അവകാശങ്ങളാണ് അതിൽ പറയുന്നത്. അടുത്തതൊന്നാണ് കരുതൽ തടങ്കൽ. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാളെ തടങ്കലിൽ വയ്ക്കുന്നത് വിചാരണയ്ക്ക് ശേഷമാണ്. എന്നാൽ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കും വ്യക്തികളെ തടങ്കലിൽ വയ്ക്കാം. അതായത് ചില കുറ്റവാളികൾ ഇന്നത് ചെയ്യും എന്നുള്ള ഒരു മുൻകരുതലുമായിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാം? തടങ്കലിൽ വയ്ക്കാം. ഇനി കരുതൽ തടങ്കൽ എന്നാണ് ഇങ്ങനെ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത് മൂലമുണ്ടാകുന്ന തടങ്കൽ ശിക്ഷയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. വിചാരണ കൂടാതെയുള്ള തടങ്കലും ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള തടങ്കലും ഇതിൽ പെടുന്നു. കുറ്റം ചെയ്യുന്നതിൽ നിന്ന് ആരെയെങ്കിലും തടയുന്നതിനാണിത്. അതായത് അയാളത് ചെയ്യുമെന്ന് നമുക്കൊരു സംശയം തോന്നുന്ന പ്രകാരമാണ് നമ്മൾ കരുതൽ തടങ്കൽ ചെയ്യുന്നത്. ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, അത് പ്രതിരോധം, വിദേശകാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കരുതൽ തടങ്കൽ. ക്രമസമാധാനത്തിൻ്റെ നടത്തിപ്പ് സുഗമമാക്കാനും കരുതൽ തടങ്കലുണ്ട്. അവശ്യ സാധനങ്ങൾ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. ഈ 3 കാര്യങ്ങൾക്കാണ് ഒരാളെ തടങ്കലിൽ വയ്ക്കാൻ പറ്റുന്നത്, കരുതൽ തടങ്കലിൽ വയ്ക്കാനായിട്ട് സാധിക്കുന്നത്.